സർവകലാശാല രജിസ്ട്രാറെ സസ്പെൻഡ് ചെയ്ത വിസിയുടെ തീരുമാനം ചർച്ച ചെയ്യാൻ ഇന്ന് സിൻഡിക്കേറ്റ് യോഗം ചേരും. രാവിലെ 11 മണിക്ക് കേരള സർവകലാശാല ആസ്ഥാനത്ത് നടക്കുന്ന യോഗത്തിൽ താൽക്കാലിക വിസിയുടെ ചുമതലയുള്ള ഡോക്ടർ സിസ തോമസ് പങ്കെടുക്കും. നമുക്കൊപ്പം കൂടുതൽ വിവരങ്ങളുമായി പ്രശാന്ത് കൃഷ്ണ ചേരുന്നുണ്ട്. പ്രശാന്ത്, ഇന്ന് പ്രധാനപ്പെട്ട ഒരു യോഗമാണ് ചേരുന്നത്. ഈ യോഗം എപ്പോഴാണ് ചേരുക? എന്തൊക്കെ കാര്യങ്ങളായിരിക്കും യോഗത്തിൽ പ്രധാനമായിട്ടും ഉന്നയിക്കുക? ജയലക്ഷ്മി, ഗുഡ് മോർണിംഗ്. രാവിലെ 11 മണിക്ക് അടിയന്തര സിൻഡിക്കേറ്റാണ്. അതുകൊണ്ടാണ് ഞായറാഴ്ച തന്നെ വെച്ചിരിക്കുന്നത്. കാരണം ഈ സർവകലാശാല രജിസ്ട്രാർ KS അനിൽകുമാറിനെ VC മോഹനൻ കുന്നുമ്മൽ റദ്ദാക്കിയ നടപടിയെ ചോദ്യം ചെയ്ത് രജിസ്ട്രാർ ഹൈക്കോടതിയെ സമീപിച്ചിരിക്കുകയാണ്. ഹൈക്കോടതി ഈ സസ്പെൻഷൻ സ്റ്റേ ചെയ്തിട്ടില്ല. പക്ഷേ നാളെ ഹൈക്കോടതി ഈ കേസ് വീണ്ടും എടുക്കുകയാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ അനിൽകുമാർ നൽകിയിരിക്കുന്ന കേസിലെ എതിർകക്ഷിയാണ് വൈസ് ചാൻസലറും സിൻഡിക്കേറ്റുമല്ല. അപ്പോൾ സിൻഡിക്കേറ്റിന് ഈ വിഷയത്തിലൊരു നിലപാട് സ്വീകരിക്കേണ്ടതുണ്ട്. ഈ വൈസ് ചാൻസലർ ഈ സസ്പെൻഷൻ നടപ്പാക്കിയത് സർവകലാശാല നിയമത്തിലെ 10-13 വകുപ്പ് പ്രകാരമാണ്. അതായത് സിൻഡിക്കേറ്റ് കൂടാത്ത അവസരത്തിൽ VCക്ക് അതിൻ്റെ അധികാരമുണ്ട്, സിൻഡിക്കേറ്റിൻ്റെ അധികാരമുണ്ട് എന്നതാണ്. പക്ഷേ 10-14 പറയുന്നത് VC എന്ന നിലയിൽ രജിസ്ട്രാറെ അല്ലെങ്കിൽ ഡെപ്യൂട്ടി രജിസ്ട്രാറിന് താഴെയുള്ളവരെ മാത്രമേ പണിഷ് ചെയ്യാൻ അല്ലെങ്കിൽ ശിക്ഷാ നടപടി എടുക്കാൻ VCക്ക് അധികാരമുള്ളൂ എന്നാണ്. അപ്പോൾ സിൻഡിക്കേറ്റ് ഇന്ന് അടിയന്തരമായി യോഗം ചേർന്ന് നാളെ ഹൈക്കോടതിയിൽ അവരുടെ നിലപാട് അറിയിക്കണം ഈ വിഷയത്തിൽ എന്താണെന്നുള്ളത്. ഒപ്പം തന്നെ വൈസ് ചാൻസലർ എടുത്ത തീരുമാനം റദ്ദാക്കാനുള്ള അധികാരം സിൻഡിക്കേറ്റിനുണ്ട് എന്നാണ് സിൻഡിക്കേറ്റ് വ്യക്തമായിക്കൊണ്ടിരിക്കുന്നത്. കാരണം അവർക്ക് അപ്പോൾ സിൻഡിക്കേറ്റ് ഇന്ന് യോഗം ചേർന്ന് ഈ രജിസ്ട്രാറെ റദ്ദാക്കിയ VC അന്ന് റദ്ദാക്കിയ നടപടി പിൻവലിക്കുമോ എന്നതാണ് ഏറ്റവും പ്രധാനം. അങ്ങനെയാണെങ്കിൽ നാളെ ഹൈക്കോടതി ഈ കേസ് പരിഗണിക്കുമ്പോൾ രജിസ്ട്രാറെ സസ്പെൻഡ് ചെയ്ത നടപടി പിൻവലിച്ചു എന്ന് ആയിരിക്കുമോ, അതാണ് സിൻഡിക്കേറ്റിന്റെ തീരുമാനം എന്ന് അറിയിക്കാനാണോ ഇന്നത്തെ അടിയന്തര യോഗം? എന്തായാലും വളരെ പ്രധാനപ്പെട്ട, വളരെ അടിയന്തരമായിട്ടുള്ള ഒരു യോഗമാണ് ഇന്ന് ചേരുന്നത്. ഞായറാഴ്ചയാണ്, എന്നിട്ട് പോലും ഈ ഒരു യോഗം ചേരുന്നത് ആ ഒരു പ്രാധാന്യത്തോടു കൂടിയാണ്. രാവിലെ 11 മണിക്കാണ് ഈ ഒരു യോഗം ചേരുക. താൽക്കാലിക VCയുടെ ചുമതലയുള്ള ഡോക്ടർ സിസ തോമസ് ആയിരിക്കും ഇതിൽ പങ്കെടുക്കുക. പ്രശാന്ത് കൃഷ്ണയാണ് വിവരങ്ങൾ പങ്കുവച്ചത്.